ജീവിതത്തിന്റെ ബാലപാഠങ്ങളും സ്വപ്നങ്ങളും കാണുവാൻ പഠിച്ച പിന്നിട്ട കാലത്തെ ഓർമ്മകൾ പുതുക്കാൻ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുവിന്റെയും മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവി കുമാരനാശാന്റെയും പാദസ്പർശം കൊണ്ട് പവിത്രമായ നെടുങ്കണ്ട ശ്രീനാരായണ വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1987-88 SSLC ബാച്ചിന്റെ കുടുംബസംഗമം നടന്നു. ഓർമ്മകളുടെ മണിച്ചപ്പെന്ന നാമകരണത്തോടെ മൺമറഞ്ഞുപോയ സഹപാഠികളെ അനുസ്മരിച്ചുകൊണ്ട് വിവിധ കലാപരിപാടികളുമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന 5ാമത് കുടുംബസംഗമം സ്കൂൾ ഹെഡ് മിസ്ട്രസ് നീന ടീച്ചർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. 1988 ബാച്ച്, അതായത് ഇപ്പോൾ ഏകദേശം 36 വർഷത്തോളം ആയി നമ്മൾ SSLC കഴിഞ്ഞിട്ട്. എന്നിട്ടും ഈ ഒരു കൂട്ടായ്മ കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും ആളുണ്ടായിരുന്നു. നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ ഒരുപാട് പേര് ഫാമിലികളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും സ്കൂളിൻ്റെ ചുറ്റുവട്ടമായിരുന്നു താമസിച്ചിട്ടുള്ളവരൊക്കെ. കായിക്കരയോ ഉള്ള ഭാഗത്തോ അല്ലെങ്കിൽ വെട്ടൂരോ ആ ഏരിയയിലൊക്കെ ആയിരിക്കും താമസിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് പലരും പല സ്ഥലങ്ങളിൽ ജോലിയുടെ ഭാഗമായിട്ടും പിന്നെ കല്യാണം കഴിച്ചിട്ട് പോയി അങ്ങനെയൊക്കെ ദൂരങ്ങളിലാണ്. എന്നിട്ട് കൂടിയും ഇത്രയും പേര് വരികയും പിന്നെ നിങ്ങളുടെ ഡ്രസ്സിങ് കഴിഞ്ഞ വർഷം കുറച്ച് വളരെ എണ്ണി തിട്ടപ്പെടാവുന്നവരായിരുന്നു ഒരേ ഡ്രസ്സിൽ നിന്നത്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഇന്ന് കാണുമ്പോൾ ലേഡീസ് എല്ലാം ഒരേപോലെ തന്നെ ഒരേ ഡ്രസ്സ്, അത് തന്നെ ഒരു ഐക്യത്തിൻ്റെ ഒരു സൂചനയാണ്. അത് മാത്രമല്ല കാണാൻ നമ്മുടെ കണ്ണിന് തന്നെ ഒരു ഭംഗി തോന്നുന്നുണ്ട്. ശരിക്കും നല്ലൊരു കാര്യം. നമ്മളെ കൂട്ടായ്മകളിലെല്ലാം ഇങ്ങനെ തന്നെ പോട്ടെ. പിന്നുള്ളത് ഇതിൻ്റെ സംഘാടകർ, ഈ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പ്, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മുടെ സ്കൂൾ ബാച്ചിൻ്റെ ഉണ്ട്. എങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ സംഘാടകർ തന്നെയാണ്. നമ്മുടെ ഈ സംഘാടകരുടെ പ്രയത്നം അതുകൊണ്ടാണ് എല്ലാ നമ്മുടെ ബാച്ചിലുള്ള 80 പേരുണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് 80 പേരും ശരിക്ക് ഇതിൽ ഒത്തുകൂടി നിൽക്കുന്നതും കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നതും ആ സംഘാടകരുടെ അവരുടെ പ്രയത്നം, അവരുടെ മാനസികമായതും ശാരീരികമായതും എല്ലാ പ്രയത്നത്തിനും ഞാൻ നല്ല ഒരു ആശംസ തന്നെ പറയുന്നുണ്ട്. ഒരു വേർതിരിയലും ഉണ്ടാവാതെ വളരെ സന്തോഷത്തോടു കൂടി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ SNVHSലെ പ്രധാന അധ്യാപിക നീന ടീച്ചർക്ക് കൂട്ടായ്മയുടെ സ്നേഹോപകാരം നൽകി ആദരിച്ചു. ബിനു സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബൈജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കൂട്ടായ്മയിലെ കുടുംബങ്ങളിൽ നിന്നും SSLC, +2 ഉന്നത പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു. തുടർന്ന് കുടുംബ കൂട്ടായ്മയിലെ അംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച കലാപരിപാടികൾ നടന്നു. ഉച്ചഭക്ഷണത്തിനു ശേഷം ഗാനമേളയോടുകൂടി അവസാനിച്ച കുടുംബസംഗമത്തിൽ അജയ്കുമാർ, ഗോവിന്ദരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡയറി കേരളം, വർക്കല.